അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഫൈസൽ മൗലവി പരപ്പനങ്ങാടിയിലെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, മുജാഹിദുകളുടെ വിഭാഗങ്ങളിൽ ഏറ്റവും ഒറിജിനൽ മുജാഹിദ് എന്ന് പറയാൻ പറ്റുന്നൊരു വിഭാഗമാണ് മർക്കസുദ്ദാവ. എന്തെന്ന് വെച്ചാൽ, അവരാണ് യാഥാസ്ഥിക മുജാഹിദുകൾ. അതായത് മുജാഹിദിൻ്റെ എന്തെല്ലാം വാദങ്ങളുണ്ടോ അതിലൊക്കെ ഇപ്പോഴും സ്ഥിരപ്രതിഷ്ഠ നേടിയ, ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകൾ. സിഹറിൽ വിശ്വാസമല്ല, അതായത് സിഹറിന് ഫലമുണ്ട് എന്ന് അവർക്ക് വിശ്വാസമല്ല. അതുപോലെ ഉറക്ക് മന്ത്രത്തിൽ വിശ്വാസമല്ല, ജിന്നിൽ വിശ്വാസമല്ല, ജിന്നിൻ്റെ കഴിവിൽ വിശ്വാസമല്ല. അതുപോലെ തന്നെ മറ്റനേകം കാര്യങ്ങളിൽ ഇവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വിഭാഗമാണ് മർക്കസുദ്ദാവ എന്ന് പറയുന്ന വിഭാഗം. അപ്പോൾ ഈ ഒരു വിഭാഗം, അതായത് യഥാർത്ഥ മുജാഹിദുകൾ 3000-ൽ അധികം ഹദീസുകൾ തള്ളിയിരിക്കുന്നു എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വെറും 12 കിതാബിൽ നിന്നും മാത്രമായിട്ട് 3000-ൽ അധികം, കൃത്യമായിട്ട് 12 കിതാബിൽ നിന്ന് കൃത്യമായി അയാൾ പറയുന്നുണ്ട് 3151 ഹദീസുകളാണ് ഇവർ തള്ളിയിരിക്കുന്നത് എന്ന്. ഇനി മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ തള്ളിയ ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയമെല്ലാം ചേർത്ത് വെച്ചോളൂ. അജവാകാരക്ക 40 ഹദീസാണ് അജവാകാരക്ക വിഷയത്തിൽ മാത്രമുള്ളത്. അജവന്റെ വിഷയത്തിൽ മാത്രം 40 ഹദീസ്. അതേപോലെ സുറാത്ത് ബാലം 191 ഹദീസ്. ഇത് മൊത്തമല്ല, ഞാൻ ഇവിടെ വായിക്കാൻ വേണ്ടി 12 കിതാബ് എന്ന് മാത്രം എടുത്തതാണ്. ബുഖാരി, മുസ്ലിം, തിർമുദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ അടക്കമുള്ള 12 കിതാബ് എന്ന് മാത്രം 100 ചില്ലാനം ഹദീസ് കിതാബുകളുണ്ട്. ഇതിൽ 12 കിതാബിൽ നിന്ന് മാത്രം വെറുതെ ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ, ഞാൻ നമ്മളെ ജാമ്യയിലെ കുട്ടികളെ ഏൽപ്പിച്ച നിങ്ങളൊന്ന് ഇത് ലിസ്റ്റ് ചെയ്യുന്നു. ഈ 12 കിതാബ് എന്ന് മാത്രം ഉള്ള ഹദീസ് ഞാൻ വായിക്കുന്നത്. അജവാകാരക്ക 40, സിറാത്ത് ബാലം 191, മൂസാ നബിയും മലക്കുൽ മൗത്തുമായി ബന്ധപ്പെട്ട വിഷയം 12 ഹദീസ്, അതേപോലെ ഹജറുൽ അസ്വദ് 95 ഹദീസ്, സുലൈമാൻ നബിയുടെ സംഭവം 21 ഹദീസ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജൂതൻ സിഹർ ചെയ്തു എന്ന പരാമർശം 21 ഹദീസ്, അതേപോലെ സംസമിന്റെ മഹത്വം 60 ഹദീസ്, അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്നത് 13 ഹദീസ്. നിങ്ങൾ ഈ കേൾക്കുന്നത് കടപ്പുറത്തെ ലേലം വിളിയല്ല കേട്ടോ, മുജാഹിദ് വിഭാഗം തള്ളിയ ഹദീസുകളുടെ കണക്കാണിത്. നൈലും യൂഫ്രട്ടീസും അതിന്റെ ഉത്ഭവം സ്വർഗത്തിൽ നിന്നാണ് എന്നുള്ളത്, അത് 16 ഹദീസ്. അതേപോലെ സൊഫിൽ വിടവുണ്ടായി കഴിഞ്ഞാൽ അവിടെ പിശാച്ച് കയറും എന്നത് 8 ഹദീസ്. മ്യൂസിക് ഹറാമാണ് എന്നത് 65 ഹദീസ്. അതേപോലെ സൊഫ് അടുപ്പിച്ചിരിക്കണമെന്ന് പറയുന്നില്ലെങ്കിൽ പിശാച്ച് കയറുമെന്ന ഹദീസ് 8 ഹദീസ്. ഇങ്ങനെ 3151 ഹദീസ് ഇതന്നെയായി. പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ അധപ്പതനാണ് ഇത് കാണുന്നത്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കൃത്യമായൊരു പ്രമാണമോ ഉസൂലോ ഇവർക്കില്ല എന്ന് തന്നെയാണ്. മഹാന്മാരെ മുഴുവനായിട്ട് തള്ളി, മഹത്തുക്കളെ മുഴുവനായിട്ട് തള്ളി. ആരുടെയും ആവശ്യമില്ല, ഇമാമിങ്ങളുടെ ആവശ്യമൊന്നുമില്ല, സ്വന്തമായിട്ട് ഗവേഷണം നടത്താം എന്ന് കണ്ടെത്തിയ മുജാഹിദുകൾ ഈ ആഴ്ച അംഗീകരിക്കുന്ന അടുത്ത ആഴ്ച തള്ളുകയാണ്. കഴിഞ്ഞ ആഴ്ച അംഗീകരിച്ചത് ഈ ആഴ്ച തള്ളുകയാണ്. ഇനി അടുത്ത വർഷം വരുമ്പോൾ അപ്പുറം തള്ളും. ഈ 12 കിതാബിൽ നിന്ന് ഈ വായിച്ച വിഷയങ്ങളിൽ മാത്രമായി 3151. ഇത് വെറും 12 കിതാബുകളിൽ നിന്ന് മാത്രം കേട്ടോ, വെറും 12 കിതാബിൽ നിന്ന്. ബാക്കി കിതാബ് എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? നീ ബാക്കി കിതാബ് എടുത്താലോ, ബാക്കി സനദ് എടുത്താലോ, എവിടെ എത്താം? സഹോദരന്മാരെ, ഇത് തമാശയല്ല. അള്ളാന്റെ ദീനോണ്ടാണ് കളിക്കുന്നത്. നമുക്ക് അറിയില്ലെങ്കിൽ മിണ്ടാതാക്കാം. കാലങ്ങളായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നിങ്ങളോട് പറയുന്ന കാര്യമാണ്, അറിയില്ലെങ്കിൽ മിണ്ടാതിക്കുക. അള്ളാന്റെ ദീന് കൊണ്ട് നിങ്ങൾ കളിക്കരുത്. ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അബ്ദുൽ വഹാബ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വഹാബിസത്തിൻ്റെ നേതാവ് ഏറ്റവും വലിയ രക്തരൂക്ഷിത വിപ്ലവം നടത്തിയിട്ടാണ് വഹാബിസം എന്ന ഒരു സാധനത്തിന് ലോകത്തെ കൊണ്ടുവരുന്നത് തന്നെ. ചരിത്രം പരിശോധിച്ചാൽ ഏത് ചരിത്രകാരന്മാർക്കും ബോധ്യമാവുന്ന ഒരു കാര്യമാണ്. ലോകത്തുള്ള മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി
പിഴച്ച ആശയം സ്ഥാപിക്കാൻ വേണ്ടി സ്വയം ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വയം നിർവചനങ്ങൾ രൂപീകരിച്ച് ലോകത്തുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ ഏക വ്യക്തിയാണ് ഈ വഹാബികളുടെ നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ആള്. ആ വഹാബിസത്തിന്റെ ഇപ്പോഴത്തെ ആളുകൾ, ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അണികൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ദുരവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. നിങ്ങൾ യുക്തിവാദത്തിലേക്ക് ഇട്ട പാലത്തിൽ എത്രത്തോളം അകലത്തിൽ ഇവർ സഞ്ചരിച്ചു കഴിഞ്ഞു എന്ന് ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാകുകയാണ്. ഇനി ഫൈസൽ മൗലവിന്റെ ഒരു വിലാപം കേട്ടോളി. ഇത് മറുപടി പറഞ്ഞ് വിസ്തത്തെ തോൽപ്പിച്ച് ഓലൊക്കെ അന്ധവിശ്വാസിയാണ്, ഓല ജിന്നിന്റെ ആൾക്കാരാണ്, ഓലൊക്കെ ശിർക്ക് പോയവരാണ് എന്ന് സ്ഥാപിക്കാൻ വേറെന്തെല്ലാം പണിയുണ്ട്. ഇതിൽ ഫൈസൽ മൗലവിക്കുള്ള പരാതി, അദ്ദേഹത്തിന്റെ വ്യഥ എന്താണെന്ന് വെച്ചാൽ, ഇത് 3000 ഹദീസ് തള്ളി എന്നതൊന്നല്ല. വിസ്തം എന്ന് പറയുന്ന അവരുടെ വിഭാഗം അന്ധവിശ്വാസികളും ജിന്നൂരികളുമാണ് എന്നിവർ പറയുന്നുണ്ട് എന്നതാണ്. കാലാകാലങ്ങളായി ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്ന എല്ലാവരും കൂടിയാണ് ആ പണിയെടുത്തിരുന്നത്. ഇപ്പൊ അവരിൽ നിന്നൊരു വിഭാഗം ഒറ്റ തിരിഞ്ഞിട്ട് ഒരു വിഭാഗത്തിനെ മുശ്രിക്കുകളും അന്ധവിശ്വാസികളും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആകെ ഇവരെ അന്തം വിട്ടത്, ആകെ വ്യതയിലകപ്പെട്ടത്. ഈ പണി തന്നെയല്ലേ നിങ്ങളും ചെയ്തുകൊണ്ട് ഇരുന്നതും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ആ മനുഷ്യന്മാരെ മുഖത്തേക്കൊന്ന് നോക്കി നിങ്ങൾ. പാവങ്ങൾ കരയണില്ല എന്നേ ഉള്ളൂ. കാരണം ജീവിതം മൊത്തം ആ താടിയും മുടിയൊന്നും വെയിൽ കൊണ്ടിട്ട് നരച്ചതല്ല. ജീവിതകാലം മൊത്തം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ച ആളുകളാണ് അറ്റുങ്ങളൊക്കെ. ഇത്രയും വയസ്സ് വരെ വളരുന്നതിൻ്റെ ഇടയിൽ സ്വന്തം കുടുംബത്തെ വരെ മറന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഓടി നടന്ന ആളുകൾ, ഇവരുടെ ജീവിതം പായായില്ലേ. എന്തൊരു ദുരവസ്ഥയാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനത്തെ ബോഗിയും മുങ്ങുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോളി. മുജാഹിദിൽ നിന്ന് രക്ഷപ്പെടാനുള്ളവരൊക്കെ രക്ഷപ്പെട്ടോളി. ഇനി ഇതിനേക്കാൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ചേകന്നൂർ പോയ വഴി നമുക്കെല്ലാവർക്കും അറിയാം. ജബ്ബാർ പോയ വഴി നമുക്കെല്ലാവർക്കും അറിയാം. ജാമിദ പോയ വഴി നമുക്കെല്ലാവർക്കും അറിയാം. ആ വഴിയിലൂടെ ഇവർ പകുതി സഞ്ചരിച്ചു കഴിഞ്ഞു. ഏകദേശം പകുതി മുക്കാൽ ഭാഗം ആ പാലത്തിൽ കയറി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അല്ലാഹുവിനെ പേടിക്കണേ എന്ന് മാത്രമേ പറയാനുള്ളൂ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ.